ഹലോ എല്ലാവർക്കും നമസ്കാരം. മാവിൻ്റെ കമ്പ് മുറിക്കുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടമാങ്ങ ഉണ്ടാക്കുന്ന വീഡിയോയുമായി പിന്നീട് വരാമെന്ന്. ആദ്യം മാങ്ങകളെ കുറേശ്ശെ വൃത്തിയായി കഴുകിയെടുത്തു. അതിനുശേഷം അതിനെ ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞു. ഞാനും അമ്മയും ചേട്ടനും എല്ലാവരും കൂടെ ചേർന്നാണ് അരിഞ്ഞത്. കാര്യം മാങ്ങകൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ വാടിപ്പൂവും പ്രയോജനമൊന്നും ഇല്ലാതെയാകും. അതുകൊണ്ട് ഒറ്റയിരിപ്പിൽ തന്നെ അങ്ങ് അരിഞ്ഞു തീർക്കാമെന്ന് കരുതി രാത്രി ഒരു മണിയോളമായി അരിഞ്ഞു തീർന്നപ്പോൾ ദേവൂട്ടിയുടെ വഴക്ക് കാരണം പകലരിയൊക്കെ നടക്കത്തില്ല. അതുകൊണ്ടാണ് രാത്രി തന്നെ എല്ലാം തീർത്ത് വെക്കാമെന്ന് കരുതിയത്. എന്തായാലും ആ ഒരു മൂഡിലിരുന്ന് ചെയ്തതുകൊണ്ട് തന്നെ മാങ്ങ ഒന്നും ചീത്തയായി പോയിട്ടില്ല. എല്ലാം കറക്റ്റ് പരുവത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ മൊത്തം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയൊരു ബക്കറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോടെ ഉണ്ടായിരുന്നു മാങ്ങ അരിഞ്ഞെടുത്തപ്പോൾ. എല്ലാം ബക്കറ്റിൽ തന്നെ അടച്ചു വെച്ചു. പിറ്റേന്ന് രാവിലെ ഉപ്പും പുരട്ടി വെയിലത്തിട്ടു. ഉപ്പ് പുരട്ടാൻ നേരം അതൊരടിയായിരുന്നു. ചേട്ടന് ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടണം. അമ്മ പറഞ്ഞു മഞ്ഞപ്പൊടി പുരട്ടത്തില്ല എന്ന്. അവസാനം അമ്മ കാണാതെ ചേട്ടൻ അതൊരിത്തിരി മഞ്ഞപ്പൊടിയും പുരട്ടി വെയിലത്തേക്ക് ഇട്ടു. പിന്നെ ഇതാ ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് ദേവൂട്ടിയെ പേടിച്ചാണ് കേട്ടോ. അവളല്ലെങ്കിൽ ഇത് മൊത്തം മാറ്റിക്കളയും. അവൾക്ക് ഈ ഹെൽമെറ്റ് എന്ന് വെച്ചാൽ വലിയ പേടിയാണ്. അതുകൊണ്ടാണ് അവളെ പേടിച്ച് ഇതിവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടമാങ്ങ ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു ബക്കറ്റ് നിറച്ച് അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങയായിരുന്നു. എല്ലാം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നോക്കി ഇതാ ഈ പാട്ടയുടെ മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കേ.